can hunt me down. Still my troops know where my ground. അങ്ങനെയെല്ലാം പ്ലാൻ ചെയ്ത പോലെ നടന്നു. അളിയാ, ലോകത്ത് ഒരേ സമയം പറ്റിക്കാൻ ബുദ്ധിമുട്ടുള്ളതും പറ്റിക്കാൻ എളുപ്പമുള്ളതുമായിട്ടുള്ള ഒരേ ഒരു വിഭാഗമുള്ളൂ, ഭാര്യ. അതല്ലടാ, എനിക്കെന്തോ പേടിയാവുന്നു. നമ്മള് ഗോവയിലേക്കാ പോകുന്നത്. വഴി തെറ്റിപ്പോവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. മയക്കുമരുന്ന്, മദ്യം, പെണ്ണ്. ദേ, നമ്മൾ ഒന്നിലും സ്വയം മറക്കരുത്. ഡാ നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോകണം, മനസ്സിലായോ? അല്ലാതെ അമ്പലത്തിലേക്കല്ല. അവിടെ ചെന്നിട്ട് വേണം എന്റെ പൂജയെടുപ്പൊക്കെ നടത്താൻ. അർജുൻ പറഞ്ഞാൽ നേരം, നമ്മൾ ഗോവയിൽ പോകുന്നു, ഒരു 10 ദിവസം മാന്യമായിട്ട് അടിച്ചു പൊളിക്കുന്നു. പക്ഷെ കുടുംബത്തെ മറന്നൊരു ആഘോഷം അത് വേണ്ട. പിന്നെ മദ്യം, അത് കൈകൊണ്ട് തൊടാൻ പോലും പാടില്ല. സത്യം ചെയ്. താഴെ ആൾക്കാരിക്കുന്നത് കാണാൻ വയ്യ. ശരി, വഴക്ക് വേണ്ട. ശരി, നീ മിണ്ടായിരിച്ചാൽ സോഡ കൂടി നീ ചുമ്മാ ഇടാ. തന്നോടല്ലേ ചോദിച്ചത്, ചെവി കേട്ടൂടെ? ഭഗവാനെ പരശുരാമനോ? താഴെ നിൽക്കുന്നവരൊന്നും മാറിക്കണം, എനിക്കൊന്നും മുള്ളണം. അയ്യേ, പോക്കിരിത്തരം പറയുന്നല്ലോ. മൂത്രമൊഴിക്കുന്ന പോക്കത്തിലാണ്. യൂറിൻ തല വീണ്ടെങ്കിൽ മാറിക്കണം. വെള്ളം അടിച്ച് കഴിഞ്ഞിരിക്കുന്നിടത്തിരുന്ന് മൂത്രമൊഴിക്കണം എന്റെ ഹോബിയാ. ആരും പിടിക്കുന്ന ഞാൻ തന്നെ പിടിച്ചൊഴിച്ചോളാം. കത്തോളൂ. സ്വസ്ഥമായിട്ട് തിരുന്ന് മൂത്രമൊഴിക്കാനുള്ള സ്വാതന്ത്ര്യം നാട്ടിലില്ലേ? ഇവിടെ ഒന്ന് വൃത്തിയാക്കരുത്. ഞാൻ ടോയ്ലറ്റ് കൊണ്ടോ. ടോയ്ലറ്റിലിങ്ങനെ ഒരു വിശാലതൊക്കെ ഇട്ടില്ല. തന്നോടല്ലോ പറഞ്ഞു അവിടെ പോയി ഒഴിക്കാം. ചെറി, വെറുതെ വഴക്കുണ്ടാക്കണം. ഇടാ, നമുക്ക് അങ്ങോട്ട് മാറിയേക്കാം. എനിക്ക് പേടിയാവുന്നു. എന്താ എന്റെ പേര്? അർജുൻ. അർജുന. നിനക്ക് ചേരുന്ന പേര് സഹദേവൻ. അർജുനായുള്ള ഊട്ടിൽ നിനക്ക് പോരാ. എന്റെ പേര് തണ്ണി, സോറി, സണ്ണി എബ്രഹാം. എങ്ങോട്ടാ? അതറിഞ്ഞിട്ട് തനിക്ക് എന്തിനാ? എങ്ങോട്ടാ? ഗോവ. ഗോവയ്ക്ക? അതെ, ഞാനുണ്ട് ഗോവയ്ക്ക്. ഞാനും ഉണ്ട് ഗോവയ്ക്കെന്നോ? താനുണ്ട് ഗോവയ്ക്കെന്നല്ല, ഞാനുണ്ട് ഗോവയ്ക്ക് ചോളയടിക്കാൻ. ചേട്ടാ വട്ടാണോ? വട്ടാണാന്ന് പിടുത്ത കിട്ടിയല്ലേ? മിടുക്കൻ. കുപ്പിട്. ബോംബയ്ക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്താ. ഇനിയിപ്പോ പ്ലാൻ മാറി. ഞാനും നിങ്ങളുടെ കൂടെ ഗോവയ്ക്ക് വരുന്നു. നമുക്ക് ഇങ്ങനെ അടിച്ച് പൊളിച്ചു പോവാം. സത്യം പറഞ്ഞ ഈ ക്യാബിനിൽ വല്ല ഡീസന്റ് പാർട്ടി വന്ന് കയറുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. സമാനമായി. സഹോദര, മറ്റെങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിരിക്കൂ പ്ലീസ്. ഞാൻ ആരാണെന്ന് അറിയോ? അഡ്വക്കേറ്റ് ജെറി തോമസ്. ആ നമ്പ് കാണിച്ചോണ്ടല്ലോ. ചൂടാണ്ട. പോയിരുന്നോ? ഇങ്ങനെയൊക്കെ വേണം ഷൗട്ട് ചെയ്യാൻ. അല്ലാതെ ചില പിള്ളേരുടെ പോലെ തടിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞ LKG പിള്ളേര് പോലും പേടിക്കൂല. ഫോൺ അടിക്കണം, എടുക്കണം. അതെ, താടിസാറിന്റെ ഫോൺ അടിക്കണേ. ഹോസ്പിറ്റലിന്റെ ഫോണായിരിക്കും. നിങ്ങള് പ്രകടനം കണ്ടിട്ടുണ്ടോ? എന്ത് സാധനം? പ്രകടനം കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കണ്ടോ? കാണാം. ഹലോ ഭാര്യ. ഭാര്യ ഞാൻ നേത്രാവതി എക്സ്പ്രസിൽ ഗോവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, സെക്കൻഡ് AC കോച്ചിൽ. എന്താ നീ എന്റെ മൂക്ക് എത്തിക്കളയോ? എടേ, എന്റെ കൂടെ 3 സുന്ദരികളുണ്ട്. ഒരുത്തിയെ ഞാൻ ഉമ്മ വെച്ചു. എടേ, ഭരിക്കാറിയുന്നവനാണ് ഭർത്താവ്. ആ ഭർത്താവിനെ കയറി ഭരിക്കാൻ വന്നവരുണ്ടല്ലോ. എന്താണിത്? ഒരു സുന്ദരി എന്നൊക്കെ കിളിയിടുന്നു. എടേ, ഞാൻ ഫിറ്റാടി. 6 ബോട്ടിൽ നീ കയ്യിലുണ്ട്. നീ പോടെ പുല്ലേ. ചേട്ടാ, ശരിക്കും ഭാര്യയോട് തന്നെയാണ് ചൂടായ?
ഭാര്യയെടുത്ത് ഇങ്ങനെയൊക്കെ ചൂടാൻ പറ്റുമോ? ഭാര്യയോടെ ചൂടാകാൻ പറ്റൂ. മറ്റൊരിടത്തെങ്കിലും പോയി ചൂടാക്കി പല്ലടിച്ച് ആയിടും. ചേട്ടന്റെ രീതികൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ ധൈര്യം ഞാൻ സമ്മതിച്ചു. ഭാര്യയോട് ഇങ്ങനെയൊക്കെ ചൂടാവെന്ന് പറഞ്ഞാൽ അപാര ധൈര്യം തന്നെ. ഒരു ഫോൺ. തടിയേട്ടാ അതിവിടെ ഇവിടെ. ക്ലയന്റാ. ഞാൻ സംസാരിക്കണോ? വേണ്ട വേണ്ട. ഹലോ, ആ മാഡം പറയൂ. ഡിവോഴ്സ് നോട്ടീസിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഭർത്താവിനെതിരെ തെളിവ് വേണമെന്ന് പറഞ്ഞില്ലേ? പൂവ് തെളിവ് കിട്ടിയോ? ഹാ, ഇന്നിപ്പോ എന്റെ ഹസ്ബൻഡ് നേത്രാവതി എക്സ്പ്രസിൽ 3 പെണ്ണുങ്ങളോടൊപ്പം ഗോവയിലേക്ക് പോവാ. സെക്കൻഡ് എസി കമ്പാർട്ട്മെന്റിൽ. മാഡം, മാഡത്തിന്റെ ഭർത്താവിന്റെ പേര് സണ്ണി അബ്രാം അല്ലേ? അതെ. ഉണ്ട്. ഒരു വൃത്തികെട്ട രൂപമല്ലേ? അത് അത്ര വൃത്തികെട്ടൊന്നുമല്ല. ഇച്ചിരി കറുത്താന്നേ ഉള്ളൂ. താടി താടി ആ, ഷേവ് ചെയ്യത്തേയില്ല. ഒരു നരച്ച കാർഗോസും ഒരു ജാക്കറ്റും ഒക്കെ. ആന്നോന്നേ, അതാ എനിക്ക് ഏറ്റവും വെറുപ്പ്. ആ പിന്നെ ഒരു കാര്യം കൂടി, കുടിച്ചാൽ കുടിച്ചിടത്തുമുള്ളൂ അല്ലേ? ആ, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, ആളിനെ അറിയോ നിങ്ങൾക്ക്? എങ്കിൽ മാഡം, ഞാൻ ഈ കേസ് ഒഴിഞ്ഞിരിക്കുന്നു. ഞാൻ പ്രതിഭാഗം ചേർന്നിരിക്കുന്നു. ഗുഡ് ബൈ. ഹലോ ഹലോ. നിനക്കൊക്കെ അറിയോ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ എന്റെ വൈഫ് കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇവരെ കളക്കിയടാ പോലെ. ചേട്ടന്റെ ഗുണങ്ങള് ചേട്ടന്റെ ഭാര്യ പറഞ്ഞ് കേട്ടപ്പോഴേ എനിക്കൊരു ആരാധന തോന്നിയിരുന്നു. അപ്പൊ നമുക്ക് ഈ സന്തോഷം അങ്ങോട്ട് പങ്കിടാം. അതെ ചേട്ടാ, വേറെ എന്ത് വേണമെങ്കിലും ആവാം, ഇത് പറ്റില്ല. വേറെ എന്ത് വേണമെങ്കിലും ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പറ്റണം. ഒരു ജ്യേഷ്ഠന്റെ അപേക്ഷയാണ്. ഒരു ജ്യേഷ്ഠന്റെ അപേക്ഷ നമുക്ക് അനുസരിക്കാറ. സോറി ചേട്ടാ, ദേഷ്യപ്പെടരുത്. ഞങ്ങൾക്ക് ചില പോളിസീസ് ഒക്കെ ഉണ്ട്. നിനക്ക് എത്ര പോളിസി വേണം? എനിക്ക് ഫ്രണ്ട്സ് നമ്മുടെ പോളിസി. ലോകത്തിൽ കമ്പനി കിട്ടുന്ന ഒരു സാധനം അതാണ്. അതെ, പാടാ നമുക്ക് കമ്പനി കൊടുക്കണം. ചേട്ടാ, മദ്യം വിഷമാണ്. മോനെ, ഞാനും ഗുരുദേവനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പിടിക്കും. ഈ വിഷമം മാറ്റുന്നതാണ് മദ്യം. കള്ളിനെ കുറ്റപ്പെടുന്ന ആരാടാ? കള്ളു കുടിക്കാത്ത ആളുകൾ. പ്രമേഹ രോഗികൾക്ക് പഞ്ചസാര പിടിക്കോടാ. അതില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതൊന്ന് കുടിച്ചു നോക്ക്. എന്നിട്ട് പറ നല്ലതാണോ ചീത്തയാണോ. ചീത്ത എന്ന് പറഞ്ഞാൽ പിന്നെ നിർബന്ധിക്കില്ല. ഞാൻ ചീത്തെന്ന് പറയില്ല. വക്കീലേ, വേണ്ടെങ്കിൽ തരണേ. പറഞ്ഞ പിടിപ്പി. എനിക്ക് വേണ്ട സാർ. വേണ്ടേ? ഉറപ്പ്? എന്നാലേ നിങ്ങളുടെ താഴെ ഇരുന്നുള്ള പ്ലാനിംഗ് ഒക്കെ ഞാൻ മേലേക്ക് കിടന്ന് കേട്ടു. ഭാര്യമാരെ അറിയിക്കാതെ ഗോവയ്ക്ക് പോണല്ലേ? ഞാൻ വിളിച്ചറിയിച്ചോളാം. എന്നാ ഞാൻ കഴിച്ചോളാം സാർ. കഴിക്കോ? വേണ്ടെന്ന് പറഞ്ഞു. വേണം. നല്ല കുടിയനാ, കുടിച്ചോളൂ. കുടിച്ചോടാ. ഞങ്ങളിത് പുറത്തുനിന്ന് കുടിച്ചോളാം. ഏയ്, വാഷ് ബേസിൽ ഒഴിച്ചാണല്ലേ? അല്ല സാർ, ഞങ്ങളുടെ ആദ്യ സംരംഭം അല്ലേ, കുറച്ച് ഫ്രഷ് എയർ ഏകാന്തതയൊക്കെ വേണം. അത് ന്യായം. പക്ഷെ തിരിച്ചു വരുമ്പോ മണപ്പിക്കും. മണ്ടനാക്കരുത്. അയാളുടെ ഒടുക്കത്തെ കുടിവെള്ളം പാഴാക്കലടാ. നീ കൈയെടുത്തേ. നോക്കിയേ, ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി തിരിച്ചു പോകാൻ പോവാ. ഈശ്വര, ജീവിതത്തിൽ ഇതുവരെ ഒരു കോള പോലും കുടിക്കാത്ത എന്നെ കൊണ്ട് അയാൾ കള്ളു കുടിപ്പിക്കാൻ നോക്കുന്നു. അല്ലാതെ പഠിപ്പിക്കാൻ നോക്കിയതല്ലോ, നീ കുടിയാ. അതല്ല അവൻ പറഞ്ഞ ശരിയാ. എന്ത്? എത്ര ടെംപ്റ്റേഷൻ ഉണ്ടായാലും നമ്മുടെ ഐഡന്റിറ്റി അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഭാര്യമാരെ പേടിച്ചു കഴിയുന്ന നമുക്ക് എന്തോന്ന് ഐഡന്റിറ്റി കളിയാ. ആ നൂഡിൽസ് മുടിയൻ ഭാര്യനെ വിളിച്ച തെറി കേട്ടാ കൊതി തോന്നിയാ. എന്താ മദ്യത്തിന്റെ ശക്തി? നമ്മള് മനുഷ്യന്മാരിലടാ, നമുക്ക് ഇടയ്ക്ക് വിളിക്കണ്ടടാ ഭാര്യമാര് 2 തെറി. എന്താ ആലോചിക്കണ തെറിയ? അമ്പലത്തിലെ തീർത്ഥം കുടിച്ച് മരവിച്ചു പോയ നാവ പുതിയ രുചികൾക്കായിട്ടുള്ള അന്വേഷണത്തിലാ ശല്യം ചെയ്തത്. അമ്മേ മഹാമായേ, ആദ്യം കൂടി പിന്നെ തീറ്റി എല്ലാം ചേച്ചി. ഓഹോ, അത് ശരി. ട്രെയിനിൽ മദ്യപാനല്ലേ? തൊണ്ടി കളയരുത്. ഇന്ത്യൻ റെയിൽവേ നിയമം 145 പ്രകാരം 3 പേരും അകത്താ. പറയട്ടെ, ഞാനിതിന്റെ ഓണർ അല്ല, ഞാനിതിന്റെ DT. നാടാരെ കളിപ്പിക്കാൻ നോക്കുക. നമ്മള് ജയിലാകുമ്പോ എന്റെ ജീവിതം നശിച്ചു. ഞാൻ അവളുടെ മുഖത്തങ്ങനെ നോക്കും. എനിക്ക് ജീവിക്കണം. ചാടിയാൽ നിന്നെ ഞാൻ കൊല്ലും. മാറിക്കിട ജോലി കളയാൻ നോക്ക്. ചാടാ ഞാൻ സമ്മതിക്കില്ലടാ. ചാകുന്നവനെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. അഡ്വക്കേറ്റ് ജെറി, ഞങ്ങളെ ഒരാളെ ഭീഷണിപ്പെടുത്തി മദ്യപിക്കാൻ ശ്രമിച്ച വന്ന് കേറിയപ്പോ തുടങ്ങിയ പ്രശ്നമാണ്. അവിടുന്ന് രക്ഷപ്പെടാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആരടാ അവൻ? ഒരു സർ കാണിച്ചു സാർ, ദാ ഇവിടെ. ഒന്ന് ഞാൻ ശരിയാക്കി തരാടാ. ഇന്ത്യൻ റെയിൽവേയിൽ നാടാരൊരു പുലിയാടാ, പുലി. എവിടെയാടാ? സരളെ, AC കമ്പാർട്ട്മെന്റിൽ കയറരുന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ മോളെ? സാറേ എടിയല്ല എടനാട്ടാ. കണ്ടോ ഒരു മൈൻഡ് ഇല്ല. അൺകൾച്ചർഡ് ഹെയറി ഫെല്ലോ അടിച്ചോണ്ടിരിക്കണ സാർ. ട്രെയിനിലിരുന്ന് വെള്ളടിക്കല്ലടാ.